നീ എന്നെ അടുത്തോണ്ടിരിക്കോ ഇവിടെ? എനിക്ക് രാവിലെ പോകണമെന്ന് നിനക്കറിയത്തില്ലായിരുന്നു. നീ എന്റെ ഷർട്ട് തേച്ചായിരുന്നു. ഇല്ലാന്നു, ഞാൻ മറന്നുപോയി. മണി 10 കഴിഞ്ഞില്ലേ, ഇനിയും ഒരുപാട് പാത്രം കഴുകാനുണ്ട്. ഞാൻ രാവിലെ തേച്ച് തന്നാ പോരെ? അല്ല, നീ എന്റെ വണ്ടി കഴുകിയിട്ടായിരുന്നു. നിന്നോട് ഞാൻ രാവിലെ പോകുമ്പോ വണ്ടി കഴുകിടണമെന്ന് പറഞ്ഞു. നിനക്ക് എന്നെ ഇവിടെ ഇത്ര പണി? രാവിലെ കറണ്ട് ഇല്ലായിരുന്നോ, അതുകൊണ്ട് ടാങ്കി വെള്ളമില്ലായിരുന്നു. അതാ ഞാൻ കാറ് കഴുകാതിരുന്നത്. പൊടിയൊന്നുമില്ല, ഞാൻ നല്ല വൃത്തിയായിട്ട് തുടച്ചിട്ടേക്കുവാ. നിന്നോട് എന്റെ ഉമ്മയുടെ കാല് രാവിലെയും വൈകിട്ടും കുഴമ്പിട്ട് തിരുമ്മി കൊടുക്കണം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ആ, തിരുമ്മി കൊടുത്തല്ലോ. ഞാൻ 1 മണിക്കൂർ മുമ്പ് തിരുമ്മി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ചൂടും പിടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഈ പാത്രം എല്ലാം കഴുകാൻ ഇങ്ങോട്ട് വന്നത്. നീ പെട്ടെന്ന് പാത്രം തേച്ചിട്ട് വാടി, എന്നിട്ട് എന്റെ ഡ്രസ്സും എടുത്ത് വെക്കും. അതൊരു പണി എടുത്തോണ്ടിരിക്കും. പെട്ടെന്ന് പോ, ഉമ്മയുടെ കാലും തിരുമ്മി കൊടുക്കും. കുഞ്ഞു പോയി കിടന്നോ. മണി 10 മണി കഴിഞ്ഞു. അമ്മയ്ക്ക് ഇനിയും ഒരുപാട് പാത്രം ഉണ്ട് കഴുകാനായിട്ട്. ഞാൻ പോയി കിടന്നോ കേട്ടോ. ശ്രീധനം ഒന്നും വേണ്ട, പാവപ്പെട്ട വീട്ടിലൊരു പെണ്ണിനെ മതിയെന്ന് പറയും. അന്നും പറഞ്ഞോണ്ട് കൂട്ടിക്കൊണ്ടുവരും. കൊണ്ടുവന്നു കഴിഞ്ഞിട്ടോ രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഒരേ പണി തന്നെ പണി. എന്നിട്ടോ ഒരു നല്ല വാക്ക്, ഭർത്താവിന്റെ ഭാഗത്തുനിന്ന് ഒരു ആശ്വാസവാക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത്രയും സന്തോഷം ഉണ്ടായിരുന്നു. ഇത് അതുമില്ല. വിധി.